തിരുസഭയുടെ ഹൃദയത്തിൽ ഞാൻ എന്നും സ്നേഹമായിരിക്കും. ഫ്രാൻസിലെ അലൻസോണിൽ ജനിച്ചു വളർന്ന് ദൈവത്തെയും ലോകത്തെയും സ്നേഹത്താൽ കീഴടക്കിയ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകളാണിത്. വിശുദ്ധ കൊച്ചുത്രേസ്യ സാധാരണ കാര്യങ്ങൾ അസാധാരണ സ്നേഹത്തോടെ ചെയ്ത വിശുദ്ധ, സ്നേഹത്തിൻ്റെ പ്രവാചക. വീടിൻ്റെ പടികൾ വിട്ടിറങ്ങാൻ ആഗ്രഹിച്ച ആ കൊച്ചു പെൺകുട്ടി കയറി ചെല്ലാൻ ആഗ്രഹിച്ചത് കോൺവെന്റിൻ്റെ പടികളാണ്. വീട്ടിലെ ഇളയ മകളായിരുന്നത് കൊണ്ട് തന്നെ വലിയ സ്നേഹവും വാത്സല്യവും ലഭിച്ച അവൾ ഇറങ്ങിത്തിരിച്ചത് ആ സ്നേഹം വിട്ട് പുതിയൊരു സ്നേഹം സ്വന്തമാക്കാനാണ്. അങ്ങനെ അവൾ കയറി ചെന്ന കോൺവെന്റിൻ്റെ പടികൾ അവൾക്ക് നൽകിയത് സകല വിശുദ്ധരുടെയും സന്യസ്തരുടെയും പുരോഹിതരുടെയും അൽമായരുടെയും ഏറ്റവും മഹത്തമായ തിരുസഭയുടെ ആലിംഗനമാണ്. എവിടെയോ വായിച്ചു മറന്ന ഒരു വാചകം ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും വലിയ പ്രേമം ദൈവത്തെ പ്രേമിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ സാഹസികത ദൈവത്തെ അന്വേഷിക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ നേട്ടം ദൈവത്തെ കണ്ടെത്തുക. ഇത് ഏറ്റവും അന്വർത്ഥമാകുന്നത് കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സ്നേഹം ഒരു വികാരമായിരുന്നില്ല, മറിച്ച് ഒരു തീരുമാനമായിരുന്നു. ലോകത്തെ മുഴുവൻ ഈശോയ്ക്കായി സ്നേഹിക്കുക, ആത്മാക്കളെ മുഴുവൻ ഈശോയ്ക്കായി നേടുക. ഇതായിരുന്നു അവളാക്കിയ തീരുമാനം. ഇന്നും സ്വർഗത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ പനിനീർ പുഷ്പങ്ങൾ അവൾ വർഷിക്കുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിക്കാം, ഈ ഭൂമിയിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രതിബിംബങ്ങളാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന്.